സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഫോണിലൂടെ അറിയിക്കുക. നാരായണ. അത് സപ്തമോധ്യായം ശകടാസുരവധം തൃണാവർത്ത മോക്ഷം. നാരായണ. ശ്രീ രാജോവാച. യേനാവതാരേണ ഭഗവാൻ ഹരീശ്വരൻ കരോതി കർണരമ്യാണി മനോജ്ഞാനി ച നാ പ്രഭോ. പരിശുദ്ധ ജപ ചോദിക്കുകയാണ്, ഹേ പ്രഭോ, സർവശക്തനും ഈശ്വരനും ഭഗവാനുമായ ഹരി ഏതേത് അവതാരം കൊണ്ട് ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ ചെവിക്ക് ആനന്ദകരമായത് മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നതുമാകുന്നു. യച്ഛൃണ്വതോ അവൈദ്യാരിതൃഷ്ണ സത്വം ച ശുദ്ധിത്യാച്ഛേണ പുംസ ഭക്തിർഹരോ തത്പുരുഷേ ച സഖ്യം തദേവ ഹാരം പദമന്യസേ ചേത്. ഏതൊരു കഥ കേൾക്കുന്ന മാത്രയിൽ പുരുഷന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നശിക്കുകയും സുഖങ്ങളിൽ രസകരമാവുകയും ചെയ്യുന്നുവോ ഉടനെ മനസ്സ് ശുദ്ധമാകുന്നു. ഹരിയിൽ പരമഭക്തിയും ഹരിഭക്തന്മാരുടെ ഇഷ്ടവും തോന്നും. അതിനാൽ ഹരിയെ സംബന്ധിച്ച കഥ തന്നെ വീണ്ടും വീണ്ടും പറയാൻ പരിശുദ്ധ പറയുകയാണ്. നാരായണ. ആദാന്യാദവി കൃഷ്ണസ്യ തേകാചരിതമദ്ഭുതം മാനുഷം ലോകമാസാദ്യ തജാതി മനുരുദ്ധത. നാരായണ. മനുഷ്യലോകത്തിൽ പ്രാപിച്ചിട്ട് മനുഷ്യജാതിയിലുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശ്രീകൃഷ്ണന്റെ അതിശയകരമായ ബാലചരിതത്തെ വീണ്ടും പറയാൻ പറയുകയാണ് പരിശുദ്ധ ശ്രീ ശുഭോവാച. ശുഭമഹർഷി പറയുകയാണ്, കഥാചിദോത്ഥാം നിഗകൗതുകാപ്തവേ ജന്മക്ഷയോഗേ സമവേദയുക്ഷിതാം വാദിത്രഗീതദ്വിജ മന്ത്രവാചകൈശ്ച കാലസുന്നോരവിശേഷനം സതി. ശ്രീ ശുഭം പറയാണ്, ഒരിക്കൽ 3 മാസം തികയുന്ന ജന്മ നക്ഷത്ര ദിനത്തിൽ ഉദ്ധാന സംബന്ധമായ ഉത്സവം കൊണ്ടാടാൻ നിശ്ചയിച്ചു. പതിവൃതയായ യശോദ ഉത്സവത്തിനെത്തിയ സ്ത്രീകളുടെ മധ്യത്തിൽ വെച്ച് വാദ്യഘോഷങ്ങൾ, പാട്ടുകൾ, വിജയന്മാരുടെ മന്ത്രോച്ചാരണം ഇവയോടുകൂടി പുത്രന് അഭിഷേകം നടത്തി. നന്ദസ്യ പത്നീ കൃതമജ്ജനാധികം വിപ്രൈ കൃത സുത്യായനം സംഭൂജിതേ അനാദ്യവാസ ശ്രഗവിഷ്ടദേനുവീ സംജാത നിദ്രാക്ഷമശി ശയച്ഛനേ. നന്ദവത്നിയായ യശോദ കുട്ടിയെ കുളിപ്പിച്ച് ഗോരോചനം ഉണ്ടായതുകൊണ്ട് അലങ്കരിച്ച് ബ്രാഹ്മണർക്ക് അന്യം വിശേഷ വസ്ത്രങ്ങൾ, മാല, പശുക്കൾ എന്നിവ ദാനം ചെയ്തു. ഔദാരികൗസുക്യമനാ മനസ്വിനീ സമാഗതാൻ പൂജയതി പ്രയോഗസ നൈവാശ്യണോദ്വൈ രുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്തേ ചരണാവോ ദക്ഷിവത്. നാരായണ. ഏറ്റവും ഉത്സാഹ മനസ്സോടുകൂടി ഉദാരചിത്തമായ യശോദ ഉദ്ധാന മഹോത്സവത്തിൽ അതിഥികളായി വന്നിരിക്കുന്ന പ്രജവാസികളെ സൽക്കരിക്കുന്നതിൽ മുഴുകി. നാരായണ. മുലപ്പാൽ വേണമെന്ന് ഉറക്കെ കരയുന്ന ശ്രീ ഭഗവാൻ ആ തൊട്ടിലിന് മുകളിൽ ഭാഗത്തായി വെള്ളിയുടെ ആകൃതിയിൽ ശകടാസുരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ തൊട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് ശകടാസുരൻ അവിടെ വെള്ളിയുടെ രൂപത്തിൽ വരികയാണ്. അത് ശയാനസ്യ ശിശോരനോ അൽപക പ്രവാളമൃദ്വാംഗ്രിഹതം വ്യവർത്തത വിദ്യുസ്തനാനാര സകുപ്യാ ഭോജനം
തന്നെ തന്നെ ഈ വണ്ടി എങ്ങനെ മറഞ്ഞു വീണു എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. രക്ഷാബന്ധനം ചെയ്യിച്ചു. പൂർവവസ്ഥാപിതം സപരിചതം വിപ്രാ കുദ്വാർച്ചയാഞ്ജകൃതന്യാം ശതകുഞ്ചാകുബി. നാരായണ, പരവന്മാരായ ഗോപന്മാർ മുമ്പത്തെ പോലെ പലതരം വിഭവങ്ങൾ സംഭരിച്ച ബ്രാഹ്മണർ ഗ്രഹപീഠ ശമിപ്പിക്കാനായി തൈര്, മംഗലരി, ദർഭാജലം കൊണ്ട് പൂജയും നടത്തി. യാതൊരു വിധത്തിലും അസൂയ, അനൃതം, ഈർഷ്യ, ഹിംസ, മാനം, ജീവിത ദുർഗുണങ്ങളൊന്നും ഇല്ലാത്തവനാരോ സത്യശീലന്മാരായ അവർ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. ഇതി ബാലകമാദായ സാമഗ്യാജുരുപാകൃതൈ ജുലൈ ജലൈ പവിത്രൗഷധീഭിഃ വിക്ഷിച്യാം ദിയോത്തമൈ വാജയിത്വാ സുസ്ഥ്യയനം നന്ദഗോപ സമാഹിതാം കുത്വാ ചാഗ്നിന്ദിജാതിഭ്യാം പ്രദാധനം മഹാഗുണം. നാരായണ, ബ്രാഹ്മണരെ വരുത്തി സാമകൃക്ക് യജുസ് മുതലായ മന്ത്രങ്ങൾ ജപിച്ച് സർവാരിഷ്ടങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഔഷധങ്ങൾ കലർത്തിയ ജലം കൊണ്ട് കുട്ടിക്ക് അഭിഷേകം നടത്തി. നാരായണ സർവഗുണോ വേദവാസ സദ്ഗുഗ്മാലിനി ആത്മജാഭ്യുദയാർത്ഥായ പ്രദാധേ ചാന്വയുജ്യത. വളരെ പാലുള്ളവയും ലക്ഷണമൊത്തയും വസ്ത്രം, പൂമാല, സ്വർണ്ണമാല ഇവ കൊണ്ട് അലങ്കരിച്ചതുമായ പശുക്കളെ പുത്രന്റെ അഭിവൃദ്ധി ഉദ്ദേശിച്ച് ബ്രാഹ്മണർക്ക് യശോദ ദാനം ചെയ്തു. വിപ്രാ മന്ത്രവിദോ യുക്താസ്തൈര്യാം പ്രോക്തസ്തഥാ ആശിഷ തവ നിഷ്ഫലാം ഭവിഷ്യന്തി ന കഥാചിദവി സുഡം.